തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെയും ഡ്യൂട്ടി സർജനെയുമാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. തിരുമല സ്വദേശി രവീന്ദ്രനാണ് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിലെ ലിഫ്റ്റിൽ കുടുങ്ങിയത്. തിരുമല സ്വദേശി രവീന്ദ്രൻ നായർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയത് ശനിയാഴ്ചയാണ്. ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടറെ കണ്ട ശേഷം മരുന്നിനും പരിശോധനാ ആവശ്യങ്ങൾക്കുമായി 12 മണിയോടെ ആശുപത്രിയിലെ ലിഫ്റ്റിൽ കയറി. എന്നാൽ വളരെ വേഗം ലിഫ്റ്റ് വലിയ ശബ്ദത്തോടുകൂടി നിലച്ചു. ആഘാതത്തിൽ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ താഴെ വീണ് ഉടഞ്ഞു. പലതവണ ലിഫ്റ്റിലെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ആരും പ്രതികരിച്ചില്ല. തുടർന്ന് ലിഫ്റ്റിനുള്ളിലെ അലാം പുറപ്പെടുവിച്ചു. വിഫലമായി കിടന്നത് 40 മണിക്കൂറുകൾ. രക്ഷപ്പെടുത്തുന്നതിന് യാതൊരു നടപടികളും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മൊബൈൽ വീഴുന്നു പോയി പൊട്ടി ഇങ്ങനെ ഞാൻ കാണുന്ന 0471 ഇതിൽ വിളിച്ചുകൊണ്ടിരുന്നു. കുറേ നേരം വിളിച്ചുകൊണ്ട് പിന്നെ ഞാൻ 5 മിനിറ്റ് 5 മിനിറ്റ് സാറാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്രട്ടറിയാണല്ലോ ഞാനും പൊതുപ്രവർത്തകരാണ്. ഞായറാഴ്ച ഇന്ന് രാവിലെ ഇപ്പോൾ ഒരാൾ ഞാൻ ഇങ്ങനെ അട്ടുകൊണ്ടിരുന്നു. ഒരാൾ പറഞ്ഞിങ്ങനെ ഓപ്പൺ ചെയ്ത് പറഞ്ഞു ഇനി ഓപ്പണാൻ പറ്റില്ല, നിങ്ങൾ ഓപ്പൺ ചെയ്യണോ? ഞാൻ രണ്ടും കൂടെ നല്ല പേപ്പർ ചെയ്തു നിന്നത് എടുത്താടി ഞാൻ വീട്ടിലോട്ട് ചാടി. തുടർന്ന് ഇന്ന് രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ വന്ന ശേഷമാണ് രവീന്ദ്രനെ പുറത്തിറങ്ങാനായത്. ഇതിനിടെ ആശുപത്രിയിലേക്കെന്ന് പോയ രവീന്ദ്രനെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ഇന്ന് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ രവീന്ദ്രനെ പോലീസും ബന്ധുക്കളും ചേർന്ന് തിരിച്ചറിഞ്ഞു. ഗർഭിണികളും കുട്ടികളുമടക്കം 1000-ഓളം രോഗികൾ ദിവസവും ചികിത്സയ്ക്കായി എത്തുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമുയർന്നു. ഇതേ തുടർന്ന് 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജൻ എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിന് ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടു. ജനം, തിരുവനന്തപുരം.